നിന്റെ സിംഹഗർജനം മാമനെന്ന് കേക്കട്ട് മരുമോനെ. ബോംബെയിൽ നിന്ന് ഞാൻ നേരെ കോർപ്പിയാലേ ഇങ്ങോട്ട് വന്നത്. സ്കോർപ്പിയോ എന്ന് പറഞ്ഞതാണ്. ബോംബെയിലൊക്കെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. എന്നിട്ട് കോർപ്പിയയിൽ വന്നിറങ്ങിയിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ കയറി. പ്രതിഷ്ഠ മോട്ടിക്കാനാണോ? അല്ല, ഭഗവാനെ പ്രാർത്ഥിക്കാൻ. മാമന് വേണ്ടി ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചെന്നറിയോ ഭഗവാനോട്. എൻ്റെ മാമന് നല്ല ശക്തിയും ബുദ്ധിയും കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ തിരുമേനി അവിടെ നിന്ന് കബഡി നിരത്തുന്നു. അല്ലാതെ തിരുമേനിക്ക് കാവടി കളിക്കാൻ പറ്റത്തില്ലല്ലോടാ. അതല്ലെന്ന്, യാത്ര ചെയ്ത് എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്. ഞാൻ പോയൊന്ന് കിടക്കട്ടെ. പിന്നെ ഇവിടെ പൂജാമുറി ഉണ്ടോ? ഉണ്ടെങ്കിൽ വൈകുന്നേരം എനിക്ക് തൂത്തുവാരി വിളക്കത്തിക്കാനുള്ളതാണ്. പോട്ടെ. ഭഗവാനെ, ഇതിനാണ് ഇവൻ 12ാമത്തെ വയസ്സിൽ ബോംബെ പോയത്. ഇവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത്രയും നാൾ ഇരുന്നത്. ഞാൻ വിചാരിച്ചു ഇവൻ അവിടെ ചെന്ന് ഓരോ അധോലോകത്തിൽ ചെന്ന് ഓരോ ചാരപ്പണിയൊക്കെ കാണിച്ച് വൻ സെറ്റപ്പായിട്ട് തിരിച്ചു വന്നയാന്ന്. ഇപ്പം ബോംബെയിൽ ആരാണെന്ന് പറഞ്ഞു? ബോംബെയിൽ ആരൊക്കെ ഇരിക്കുന്നതോ എനിക്കെങ്ങനെ അറിയാം ആരാന്ന്. എന്തൊക്കെയാണോ വന്ന്